എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ CPOയുടെ എക്സാം കഴിഞ്ഞു. എല്ലാവരും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ എക്സാം എഴുതിയിട്ടുണ്ട് എന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. അപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട കാര്യം പറയുകയാണെങ്കിൽ ആൾമോസ്റ്റ് 19 ക്വസ്റ്റ്യനും എളുപ്പത്തിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു. അത് കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞതാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ആൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും എല്ലാവരും പറഞ്ഞത് തന്നെയായിരിക്കും. കാരണം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത്. അതിൽ ഒരു ക്വസ്റ്റ്യൻ എനിക്ക് ഡൗട്ടുണ്ട്. അതിൻ്റെ ആൻസർ എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ എന്തായാലും LLB പഠിച്ച സമയത്ത് ഈ സാധനം ഇതുവരെ കണ്ടിട്ടില്ല. ക്രോസ് ഇൻ ചീഫ്, ക്രോസ് റീ ചീഫ്, ചീഫ് റീ ക്രോസ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ടേംസ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു ടേം, ഈ ഒരു ഓർഡറിൽ ടേം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. സാധാരണഗതിയിൽ എക്സാമിനേഷൻ ചീഫ് അറിയാം, പിന്നെ ക്രോസ് എക്സാമിനേഷൻ അറിയാം, അത് കഴിഞ്ഞ് റീ എക്സാമിനേഷൻ. ഇതാണ് ഇതിന്റെ ഓർഡർ. ആദ്യം ചീഫ് എക്സാമിനേഷൻ ആണ് നടക്കുന്നത്, ചീഫിന്റെ എക്സാമിനേഷൻ, അത് കഴിഞ്ഞ് ക്രോസ് ആയിരിക്കും നടക്കുന്നത്, അതിനുശേഷം റീ എക്സാമിനേഷൻ ആയിരിക്കും നടക്കുന്നത്. ഇതാണ് ഇതിന്റെ ഓർഡർ എന്ന് പറയുന്നത്. അവിടെ അതിന് പകരം കുറച്ച് ടേംസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതിന് ഇങ്ങനെ ഒരു ഓർഡർ ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. ഇനി പുതുതായിട്ട് വന്നതാണോ എന്നറിയില്ല, PSC പുതുതായിട്ട് കണ്ടുപിടിച്ചോണെന്ന് അറിയില്ല. അപ്പോൾ എൻ്റെ കണക്കൂട്ടൽ ആ ക്വസ്റ്റ്യൻ തെറ്റാണെന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ ഒരു ടേം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അത് എനിക്കറിയാത്തതുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ ബാക്കി 19 ക്വസ്റ്റ്യൻസ് ഉണ്ട്. വലിയ കുഴപ്പമില്ലാതെ ഒരു 14-15 മാർക്കൊക്കെ എല്ലാവർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് സ്പെഷ്യൽ ടോപ്പിക്ക് വന്നിരിക്കുന്നത്. ഇനി മൊത്തത്തിൽ എക്സാമിനെ ഒന്ന് നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ എക്സാം എളുപ്പമായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. എളുപ്പമായിരുന്നു പറയുമ്പോഴത്തേക്ക് ഭയങ്കര എളുപ്പമായിരുന്നു എന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾ LDC LGS എക്സാമിനെ കമ്പയർ ചെയ്യുന്ന പോലെ ഒരു കാരണവശാലും യൂണിഫോം പോസ്റ്റുകളെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ എടുത്ത് വെച്ചിട്ട് LDCക്ക് പഠിക്കുന്ന പോലെ കമ്പയർ ചെയ്യരുത്. അതുകൊണ്ട് അത്ര എളുപ്പമായിരുന്നു എന്ന് പറയാൻ പറ്റില്ല. എന്നാലും ഒരു ആവറേജ് ലെവൽ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഒരു 50-ന് മുകളിലേക്ക് എല്ലാവർക്കും സ്കോർ ചെയ്യാൻ തരത്തിലാണ് ക്വസ്റ്റ്യൻ പേപ്പർ വന്നിരിക്കുന്നത്. അതെന്ന് പറയുമ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയേഷൻ മാറി വരാമെന്നുള്ളതാണ്. ഈ പറയുന്ന ഒരു ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഒരു 14 മുതൽ 17 ക്വസ്റ്റ്യൻസ് വരെയാണ് ആർക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത, നമ്മൾ എവിടെയും കാണാത്ത കുറച്ച് ക്വസ്റ്റ്യൻസ്. എന്നാലും കുറെ ആളുകൾ അതും അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. അത്തരത്തിലുള്ള കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ബാക്കിയുള്ള ഒരു 80 ക്വസ്റ്റ്യൻസ്, 84 ക്വസ്റ്റ്യൻസ് വരെ അത്യാവശ്യം എല്ലാവർക്കും അറ്റൻഡ് ചെയ്തു. അത്രയും മാർക്കൊന്നും എല്ലാവർക്കും വരുമൊന്നുമില്ല. അത് കുറച്ച് ആളുകൾ സ്കോർ ചെയ്യുന്നതാണ്. എന്നാലും നമ്മൾ കഴിഞ്ഞ വട്ടം പറഞ്ഞതിനേക്കാൾ കുറച്ചുകൂടി കട്ട് ഓഫ് കൂടിയാലും അത്ഭുതപ്പെടാനൊന്നുമില്ല. പക്ഷെ ഒരു യൂണിഫോം പോസ്റ്റാണ്. വേരിയേഷൻ 55 മാർക്കിൽ നിന്ന് മുന്നോട്ടോ താഴേക്കോ ഉള്ള വേരിയേഷനൊക്കെ എന്തായാലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കട്ട് ഓഫ് പ്രഡിക്ഷൻ അല്ല, കട്ട് ഓഫ് ഒന്നും പറയാൻ പറ്റില്ല. നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു സാധനമല്ല കട്ട് ഓഫ് എന്ന് പറയുന്നത്. കാരണം കട്ട് ഓഫിനെ ആശ്രയിക്കുന്ന സാധനങ്ങൾ ലിസ്റ്റിന്റെ വലുപ്പവും നിങ്ങൾ എക്സാം എഴുതിയ ആ 2 ഫാക്ടറാണ്. നിങ്ങൾ എങ്ങനെയാണ് എക്സാം എഴുതിയെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ ഇവിടുന്ന് എൻ്റെ അറിവ് വെച്ചിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പറിനെ അനലൈസ് ചെയ്യുന്നത്. അതൊരിക്കലും പൂർണ്ണമായിട്ട് ശരിയാകാനും പോകുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ പറ്റുന്ന ആളുകൾ നിങ്ങൾ കിട്ടിയ മാർക്ക്, നിങ്ങൾക്കറിയാവുന്ന മാർക്ക്, ഓൾറെഡി ഈ പറയുന്ന ആൻസർ കീഴിൽ ഡൗട്ടൊന്നും മാർക്ക് വരാൻ സാധ്യതയില്ല. എല്ലാം ഡയറക്റ്റ് ആയിരുന്നു, ആൻസർ ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടിയ മാർക്കുകൾ താഴെ നിന്ന് കമന്റ് ചെയ്താൽ നന്നായിരിക്കും. അപ്പോൾ എല്ലാവരുടെയും മാർക്ക് ഓൺലൈനും ഓഫ്ലൈനും ബാക്കിയുള്ള യൂട്യൂബ് വീഡിയോസ് ഒക്കെ നോക്കിയിട്ട് നമുക്ക് ഏകദേശം ഒരു മാർക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം എത്ര കട്ട് ഓഫ് വരുമെന്ന് ലിസ്റ്റിൻ്റെ ഏകദേശം ഉദ്ദേശം വെച്ചിട്ട് നമുക്ക് പറയാം. അത് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ പരമാവധി ആളുകൾ കമന്റ് ചെയ്യാം. പിന്നെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾമോസ്റ്റ് ഒരു 70 to 80% ടോപ്പിക്കുകൾ കവർ ചെയ്ത ആളുകൾക്ക് നന്നായിട്ട് തന്നെ എഴുതാം. നിങ്ങൾക്ക് ഇന്ന് ഇപ്പോൾ നന്നായിട്ട് ഉറങ്ങാൻ പറ്റും. കാര്യം എനിക്കും അങ്ങനെയാണ് തോന്നുന്നത്. കാരണം പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. PSC കുറേ കാര്യങ്ങളിൽ ഇപ്പം ഞാൻ ഫയർമാൻ ഡ്രൈവറോട്ട് ഞാൻ കുറച്ച് വീഡിയോസ് ചെയ്യുന്നുണ്ട്. എൻ്റെ വീഡിയോസ് ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് അറിയാം. ഇന്ന ടോപ്പിക്കുകൾ 80-57 നോക്കണമെന്ന് പറഞ്ഞ് കൃത്യമായിട്ട് അത് തന്നെ വന്നിട്ടുണ്ട്. അന്തരീക്ഷത്തിന്റെ പാളികളുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ വരുമെന്ന് പറഞ്ഞാൽ അതുപോലെ അന്ന് വന്നിട്ടുണ്ട്. പിന്നെ ഹരിത വിപ്ലവം അതുപോലെ ചോദിച്ചിട്ടുണ്ട്. റിഡോക്സ് റിയാക്ഷൻസ് നോക്കണമെന്ന് പറഞ്ഞു. pH പോലെയുള്ള സാധനങ്ങൾ, പിന്നെ രോഗാരികൾ, വൈറ്റമിൻസ് ഒക്കെ എല്ലാവരും പറയുന്നതാണ്. അത് ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ ആൾമോസ്റ്റ് കൃത്യമായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഭാഗത്ത്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഒരു ആവറേജ് ലെവൽ ക്വസ്റ്റ്യൻ ആണെന്ന് പറയുന്നത്. കാരണം ക്വസ്റ്റ്യൻസ് എല്ലാം പ്രെഡിക്റ്റ് ഔട്ട് ഓഫ് ടോപ്പിക് ഔട്ട് ഓഫ് സിലബസ്, നമ്മൾ നോബൽ ഓസ്കാർ ഒക്കെ നമ്മൾ പഠിക്കുന്ന ആ ഭാഗത്ത് നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് എവിടെ നിന്നാണോ വരേണ്ടത് അവിടെ നിന്ന് തന്നെ ക്വസ്റ്റ്യൻസ് വന്നു പോയിട്ടുണ്ട്. ഈ പറയുന്ന മലയാളം ഇംഗ്ലീഷ് കമ്പാരിറ്റീവ്ലി വലിയ കുഴപ്പമില്ലാത്ത തരത്തിൽ മൊത്തത്തിൽ എല്ലാവർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്ന, ആരെയും വിഷമിപ്പിക്കാത്ത രീതിയിൽ ഒരു 70% ടോപ്പിക് കവർ ചെയ്ത ആളിനും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. എന്ന് പറഞ്ഞാൽ പോലും എല്ലാവരും അങ്ങനെ തന്നെ സ്കോർ ചെയ്യണമെന്നില്ല. ഈ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വെച്ചിട്ട് ഞാൻ ഇവിടെ നോക്കിയിട്ടോ എന്തൊരു എളുപ്പമുള്ള ക്വസ്റ്റ്യൻ. അതാണ് നമ്മൾ ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് ഒരു ചെറിയ പ്രശ്നമുണ്ട്. വീഡിയോ കാണുന്നവരും ഈ പറയുന്ന എക്സാം നോക്കാത്ത ആളുകളും വീട്ടിലിരുന്ന് എക്സാമിന് നോക്കുന്ന വേണ്ടിയ ആളുകളും എക്സാം ഹാളിൽ പോകാത്ത ആളുകളും പുറത്തിരിക്കുന്ന ആളുകളും രണ്ടാണ്. ഞാൻ ഇവിടെ ഇരുന്ന് 60 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്ന് പറയുമ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ 50 മാർക്കാണ്. കാരണം നമുക്ക് 60 നമുക്ക് കറക്റ്റായിട്ട് അറിയാമെങ്കിൽ പോലും എക്സാം ഹാളിൽ ഒരു 10 എണ്ണം പോകും. അതാണ് ഈ പ്രശ്നം. ഈ നമ്മൾ ഭയങ്കര എളുപ്പമാണെന്ന് പറയുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്രയും സ്കോർ ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ ഈ വീഡിയോയുടെ താഴെ വന്ന് നല്ല ഈസി എക്സാം ആയിരുന്നു എന്ന് പറയുന്ന ആളുകൾ വീട്ടിൽ പോയി നോക്കുമ്പോൾ ഒരു 5 മാർക്ക് 6 മാർക്ക് താഴേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. കുറേ മാർക്ക് നെഗറ്റീവ് വരും. അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളുള്ളത് കൊണ്ട് തന്നെ ആ മാർക്ക് നമ്മളിപ്പോൾ എത്ര പറഞ്ഞു കഴിഞ്ഞാലും 60 എന്ന് പറയുമ്പോൾ അത് 55-50 ഒക്കെ വന്ന് നിൽക്കും. അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അപ്പോൾ കൂടുതൽ കാര്യങ്ങളൊന്നും പറയാനില്ല. സന്തോഷം എന്നുള്ളത് മാത്രമാണ്. കാരണം നിങ്ങൾ നന്നായി പഠിച്ചു. കുറെ 5-6 മാസം ഭയങ്കര കഷ്ടപ്പാടായിരുന്നു.
നല്ല ആത്മാർത്ഥമായിട്ട് പഠിച്ച കുറേ ആളുകളുണ്ട്. അപ്പോൾ ഒരിടത്ത് ഒരു തവണ നമ്മളിപ്പോൾ CPI ഓരോ വർഷം കഴിയുന്ന കോമ്പറ്റീഷൻ കൂടിക്കൊണ്ടിരിക്കില്ല. അപ്പം നിങ്ങളിൽ എനിക്ക് ഭയങ്കര വിശ്വാസമാണ്. അപ്പം നിങ്ങൾ അത്ര നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം നിങ്ങൾ പല ആളുകൾക്കും എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ഈസി ആവുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അത് അങ്ങനെ ആവണമെന്നില്ല. അപ്പോൾ നിങ്ങൾ നന്നായി പഠിച്ചതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എക്സാം നന്നായി വന്നിട്ടുണ്ടെന്നാണ് വിശ്വാസം. പിന്നെ കട്ട് ഓഫ് ലിസ്റ്റ് എന്നൊക്കെ ഉള്ളതൊക്കെ സെക്കൻഡറി ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ പഠിച്ചു, നല്ലപോലെ എക്സാം പെർഫോം ചെയ്യാൻ പറ്റി, 50 മുകളിലേക്ക് സ്കോർ ചെയ്യാൻ പറ്റി എന്നൊക്കെ പറയുന്നതാണ് ആദ്യത്തെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം. പിന്നെ സെക്കൻഡറി ആയിട്ടുള്ള ലിസ്റ്റിൽ വന്നോ കട്ട് ഓഫ് കൂടി പോയോ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ നമുക്ക് പിന്നെ ആലോചിക്കാം. അതിനൊക്കെ ഇഷ്ടം പോലെ സമയമുണ്ട്. പിന്നെ ഇതിന് നന്നായി പഠിക്കാൻ പറ്റാത്ത ആളുകൾ, സ്കോർ ചെയ്യാൻ പറ്റാത്ത ആളുകളൊക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് ഡിസംബർ ആകുമ്പോൾ അടുത്ത നോട്ടിഫിക്കേഷൻ വീണ്ടും വരും. അതിനുവേണ്ടി ശ്രമിക്കുക. നിങ്ങൾ ഇവിടെ ഇപ്പോൾ ഒരു ബ്രേക്ക് എടുത്ത് പോകാതെ ഇത് കണ്ടിന്യൂ ചെയ്ത് പോകുക എന്നുള്ളതാണ്. അപ്പോൾ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. ഫിസിക്കലൊക്കെ തുടങ്ങാനുള്ളൊരു തുടങ്ങിക്കോളും. 50 വന്നാൽ 40 വന്നാൽ ഫിസിക്കൽ തുടങ്ങണം, 50 തുടങ്ങണം. ഈ ക്വസ്റ്റ്യൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതൊന്നും പറയാനുള്ള സ്റ്റേജ് ഒന്നും ആയിട്ടില്ല. നിങ്ങൾ കോൺഫിഡൻ്റ് ആണെങ്കിൽ നിങ്ങൾ തുടങ്ങുക. എക്സാം എങ്ങനെയോ ആയിക്കോട്ടെ, ആര് യൂട്യൂബിൽ വന്ന് എന്തോ പറയട്ടെ, ഈവൻ ഞാൻ വന്ന് പറഞ്ഞാൽ പോലും നിങ്ങൾ നോക്കണ്ട. നിങ്ങൾ നന്നായി സിലബസ് അനുസരിച്ച് പഠിച്ചു, നല്ലൊരു ക്വസ്റ്റ്യൻ പേപ്പർ PSC തന്നു, നിങ്ങൾക്ക് പറ്റുന്നതിൻ്റെ പരമാവധി എഫേർട്ട് ഇട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ന്യൂസ് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ക്വസ്റ്റ്യൻസുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പറ്റുമെങ്കിൽ ചാനൽ ഫോളോ ചെയ്തേക്കും.